നമസ്കാരം. പാതയോരത്ത് അഴുക്കുചാലിൽ മാലിന്യ നിക്ഷേപം, എലിശല്യവും ദുർഗന്ധവും മൂലം ജീവിതം ദുരിതത്തിൽ. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും നടപടിയില്ല. ടീ ഷോപ്പിൽ ആളുകൾ കയറുന്നില്ലെന്നും അടച്ചുപൂട്ടലിന്റെ വക്കിലെന്നും ഉടമ. കാന്തല്ലൂർ റാണി ഭവനിൽ രാജേന്ദ്രനാണ് അഴുക്കുചാലിലെ മാലിന്യ നിക്ഷേപം മൂലം ജീവിതം ദുരിതത്തിലായിട്ടുള്ളത്. റാണി ടിഫൻ സെന്റർ എന്ന പേരിൽ ഇയാൾ കാന്തല്ലൂരിൽ നടത്തിവരുന്ന സ്ഥാപനത്തിന്റെ തൊട്ടു മുന്നിലൂടെയാണ് ഇവിടുത്തെ അഴുക്കുചാൽ കടന്നു പോകുന്നത്. ഏതാണ്ട് 20 ദിവസം മുമ്പ് തന്റെ സ്ഥാപനത്തിന്റെ മുൻവശത്തോട് ചേർന്ന് അഴുക്കുചാലിൽ മാലിന്യം നിക്ഷേപിച്ചത് ശ്രദ്ധയിൽപ്പെട്ടെന്നും ഇത് സംബന്ധിച്ച് താൻ കാന്തല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയെങ്കിലും ഇത് മാറ്റാൻ ഇനിയും നടപടി ഉണ്ടായിട്ടില്ലെന്നും ദുർഗന്ധം മൂലം തന്റെ സ്ഥാപനത്തിൽ ആളുകൾ എത്തുന്നില്ലെന്നും ഇതുമൂലം ജീവിതം ദുരിതത്തിലായിരിക്കുകയാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് രാജേന്ദ്രൻ. റാണി ടിഫൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കടയുടെ പേര്. സർ, ഇത് ഈ വേസ്റ്റുകളൊക്കെ മഴ പെയ്തപ്പോൾ ഇതിലെ കൂടി വന്ന് അടഞ്ഞ് ഇവിടെ വന്ന് സ്റ്റോക്കായി കിടക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടുകാർ അടുത്ത് പണിയുമ്പോൾ അവരുടെ ഈ ഇഷ്ടികളും മണ്ണുകളും ഒരു ചാക്കുണ്ട്, ആ ചാക്കെല്ലാം കാണാനില്ല കിടക്കുന്ന കാരണം കൊണ്ട് അവിടെ നിന്ന് വന്ന് ഇങ്ങനെ സ്റ്റോക്കായി നിൽക്കുക. ഇത് ഞാൻ നേരിട്ട് സെക്രട്ടറിയോട് പറഞ്ഞു പഞ്ചായത്തിൽ. അത് കഴിഞ്ഞിട്ട് ഈ 3-4 ദിവസത്തിന് മുമ്പ് പ്രസിഡന്റിനോട് പറഞ്ഞു. മെമ്പറെ വിളിച്ചുകൊണ്ട് കാണിച്ചു. മെമ്പർ വന്ന് നേരിട്ട് ഫോട്ടോ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഇതുവരെ യാതൊരു തീരുമാനവും ഇല്ല. 20 ദിവസമായി ഇവിടെ എലിശല്യം, മേലിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര നാറ്റം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഒന്നും സഹിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് നിങ്ങളോട് വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിന് എന്തെങ്കിലും ന്യായമായിട്ട് ഒരു തീരുമാനം ഞങ്ങൾക്ക് കിട്ടണം. ഇത് ഇവിടുന്ന് ഒഴിവാക്കണം. ഈ കനാലുകളൊന്ന് ശുദ്ധമായിട്ട് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തരണം. ഈ കടന്നെടുക്കുന്ന കാരണം കൊണ്ട് ഇപ്പൊ ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് ഒരു കച്ചവടം ഇല്ല. ഈ എപ്പോഴും ഈ അയലോക്കാർക്ക് നമ്മളെ ശല്യം ചെയ്യുന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വേസ്റ്റ് മാറ്റി കഴിഞ്ഞാൽ ഈ വെള്ളം താഴത്തേക്ക് പോകും. അത് മാറ്റുന്നില്ല. ഇതിപ്പോ അവരോട് മെമ്പറോട് പറഞ്ഞപ്പോ പറയാ 100 ദിവസത്തെ പണി ചെയ്യാൻ നേരത്ത് വന്ന ആൾക്കാർ മാറ്റുന്നത്. 100 ദിവസം പണി ഇനി എപ്പോഴാണോ പറഞ്ഞത് ആ സമയം വരെ ഞങ്ങൾ കാത്തിരിക്കണം. ഇപ്പൊ തന്നെ 20 ദിവസമായി. ഇനിയും ഞങ്ങൾ എന്തോരം നാൾ കാത്തിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.